നമ്മുടെ ആളുകൾക്ക് എത്ര ചില വിഷയങ്ങൾ പറഞ്ഞു കൊടുത്താലും വീണ്ടും തെറ്റും. അപ്പോൾ അതുകൊണ്ട് ഈയിടെ നമ്മുടെ ഒരാൾ തെറ്റി പറഞ്ഞതാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് 1.5-ക്ക് എന്താണ് പറയുക, 2.5-ക്ക് എന്താണ് പറയാൻ. 1.5-ക്ക് ഡേഡ് എന്ന് പറയും, ഡേഡ്. ഓക്കെ, ഇവിടുന്ന് 1.5 കിലോമീറ്റർ, ഡേഡ് കിലോമീറ്റർ, ഡേഡും പറയും. സംസാര ഭാഷ ഞാൻ പറയണത്. നിങ്ങൾ അതൊന്നും ഇനിയിപ്പോൾ സാഹിത്യം നോക്കി കച്ചറ ഉണ്ടാക്കാൻ വരണ്ട. ഓക്കെ, ഞങ്ങൾ വർത്താനം പറയുന്ന ആൾക്കാരാ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡേഡ് കിലോമീറ്റർ എന്ന് പറയും. ഓക്കെ, ഡേഡ് മൈന 1.5 മാസം, ഡേഡ് സാൽ ഗുസാറ 1.5 കൊല്ലം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ 1.5-ക്ക് എന്താ ഡേഡ് എന്ന് പറയും. എന്നാൽ 2.5-ക്ക് എന്തായാലും പറയാം, ഡൈ എന്ന് പറയും, അഠൈന. യഥാർത്ഥത്തിൽ അഠൈന 2.5 മണിക്കൂർ, ഡൈ ഗണ്ട. അപ്പൊ 1500 പറഞ്ഞാൽ 1500 ആ 1500. 2000 എന്ന് പറയുന്നത് 2000. ഓക്കെ, ഇങ്ങനെ പോകും അത്. അപ്പൊ നമ്മളിവിടെ പിന്നെ ഇവർ പൊതുവെ എന്താണ് ഡേഡ് സോ എന്ന് പറയും. ഓക്കെ, അത് 250 എന്ന് പറയും. അത് അവരുടെ ശൈലിയാണ്. നമ്മൾ മലയാളത്തിൽ പറയുന്ന ശൈലി അല്ല അത്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് പറയാം. പിന്നെ ഡൈ ഘണ്ട, അഭി ഡൈ ബജ് ഗയ. ഡൈ ഘണ്ട 2.5 മണിക്കൂർ. അഢൈ ബജ് ഗയ 2.5 ആയി സമയം. അഭി ടൈം കിത്തന ഹുവാ ഹെ, ഡൈ ഘണ്ട എന്ന് പറയും 2.5 മണിക്കൂർ. ഡൈ ബജ് ഗയ, അല്ലെ ഡൈ ബജെ ഹുവാ, ഡൈ ബജെ ഹോനെ വാല ഹെ, ഇങ്ങനെയൊക്കെ പറയാം. ഡൈ ബജ് ഗയ 2.5 മണിയായി, ഡൈ ബജെ ഹോനെ വാല ഹെ, 2.5 മണി ആകുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഡൈ ഘണ്ട എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ. ഓക്കെ, അപ്പോൾ അതൊന്നും കൺഫ്യൂഷൻ ആവാനില്ല. ആ കൺഫ്യൂഷനായിട്ട് ഡേഡും ഡൈയും മാറി പറഞ്ഞ ഒരാളുടെ വോയിസ് കേട്ടതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ചത്. ഇനി കാലിന് സവ എന്ന് പറയും, മുക്കാലിന് പൗനയും പറയും. സവാദസ് എന്ന് പറഞ്ഞാൽ 10.15. അത് സവ ആദ്യം പറയുന്നത്, സവാദസ്. ഇനി അതേപോലെ ഒരു സംഗതി ഉള്ളത്, നമ്മൾ പൗനെ പറയുന്നുണ്ട്. പൗനാണ് മുക്കാല, അത് മറ്റേ കൂട്ടിയിട്ട്. അതായത് 12.15 എന്ന് പറയുന്നത് എത്രയാണ്, 12.15. അപ്പോൾ പൗനെ ഏക്ക് എന്നാണ് പറയാം, പൗനെ ഏക്ക് എന്ന് പറയാം. ഓക്കെ, ഈ രീതിയിലാണ് ഹിന്ദിയുടെ എണ്ണത്തിലെ ഒരു കൺഫ്യൂഷൻ തീർക്കാനാണ്. എന്തായാലും കൂടുതൽ അറിവ് നേടുന്നതിന് ഹിന്ദി യൂണിയെ ഫോളോ ചെയ്യുക, നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. ധന്യവാദ്, ബഹുത് ശുക്രിയ.